ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ബനാന വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സാണ് കാണിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഒരു പാനിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ നമുക്ക് ഈ ബനാന കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മിൽമ ഗീ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. പിന്നെ അത് മാറ്റി വെക്കാം നമുക്ക്. പിന്നെ അതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂണ് മൈദയും അതേ ടേബിൾ സ്പൂണിൽ തന്നെ പഞ്ചസാരയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പാലും ചേർത്തിട്ട് ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു മുട്ട ചേർത്ത് കൊടുക്കുക. ആ മുട്ടയും ചേർത്തിട്ട് ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കുക. കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ആ പാനിൽ ഒഴിച്ചതിന് ശേഷം അതിന് മുകളിൽ ഇതുപോലെ ഈ ബനാന ഒക്കെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ചാൽ മതി. എല്ലാം ഇതുപോലെ വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിപ്പോൾ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നത്, അതുപോലെ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയമൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് തന്നെയാണ്. അത് വളരെ എളുപ്പത്തിലാക്കാനും പറ്റും. ഇതുപോലെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. നട്ട്സ് ഇട്ട് ഒന്ന് പൊത്തി വെക്കുക. പെട്ടെന്നായി കിട്ടും. അതൊന്ന് അടച്ചു വെച്ച് ആയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ അതൊന്ന് റോളാക്കിയെടുക്കാം. ആ ചൂടോടെ തന്നെ നമുക്കിതൊന്ന് ഇതുപോലെ റോളാക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ ഇത് പെട്ടെന്നായി കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് പെട്ടെന്നാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്സ് ആകുമ്പം നല്ലതാണല്ലോ. അപ്പോൾ ഇതുപോലെ പെട്ടെന്നായി എടുത്തിട്ടുണ്ട്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ അത് ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ല അടിപൊളി ബനാന സ്നാക്സ് റെഡിയായി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാനിപ്പോൾ ഒരു മിനി പിസ്സ പോലെ ഉണ്ടാക്കിയതാണ്. പിസ്സൻ്റെ മാവ് കുഴക്കുന്നത് പോലെ തന്നെയാണ്, പക്ഷെ അത് കുറച്ചൊരു ലിക്വിഡ് രൂപത്തിലാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ അത് ലിക്വിഡ് രൂപത്തിലാക്കിയിട്ട് എടുത്തതാണ്. കുറച്ച് ഈസ്റ്റും മൈദയും പഞ്ചസാരയും ഉപ്പും ഇളം ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് എല്ലാം കൂടി കലക്കിയിട്ട് മാറ്റി വെച്ച് ഒന്ന് പൊന്തി വന്നതാണ്. ഇതുപോലെ പാൻ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ പാനിൽ ഓരോരു കയ്യിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇതുപോലെ എല്ലാം ഒഴിച്ചു കൊടുത്ത് നമുക്കതിൻ്റെ മുകളിലേക്ക് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടായിന്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ചീസ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒരിഗാനൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ആക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പം പിസ്സൻ്റെ മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുത്തതാണ്, പക്ഷെ കുറച്ച് ലിക്വിഡ് രൂപത്തിലാക്കിയിട്ട് അതൊന്ന് നമുക്ക് ഇളക്കിയിട്ട് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പം അതൊന്ന് പൊന്തി വരുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ടാക്കിയെടുത്താൽ മതി. അതിപ്പോൾ ഇതുപോലത്തെ പാനില്ലെങ്കിലും സാധാ പാനിലാക്കിയാലും നമുക്ക് അതാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.